ഹായ് ഗൈസ്, ഇന്നൊരു നീണ്ട കഥ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ആലൊരു സെൻട്രിക്ക് എന്ന് പറഞ്ഞിട്ട് 100 എടുത്തിട്ട് പോയി. എന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ പുസ്തകപൂജ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ അമ്പലത്തിൻ്റെ അടുക്കോടെ എങ്ങനെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഫേമസ് ബാക്ക് എന്ന് പറഞ്ഞു ബബ്ലിയിൽ കയറി. അവിടുന്ന് ഒരു കുനാഫ ചോക്ലേറ്റ് പറഞ്ഞിട്ട് കുനാഫ ഒരു ഡൂബിളായിട്ടുള്ള ഒരു 60 ഡയറി മിൽക്ക് മേടിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് നടന്നിട്ടില്ലേ, ഞാൻ എൻ്റെ ഒരു ഹുബൈബർ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾ കൈ തോളൊക്കെ ഇട്ട് വേറെ ഫ്രണ്ട്സിന് പോലെ പോയിരുന്നു. അവിടേക്ക് എൻ്റെ ഫ്രണ്ട് തൊട്ട് എൻ്റെ കാറ്റാണോ കൈ തോളിട്ടിട്ടില്ലേ തോളിൽ കൈയിട്ടിട്ട് അപ്പല്ലേ അത് കാറ്റാണോ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ ഓരോടത്ത് വിട്ടെന്ന് കട പൈനേക്കാൾ വിലക്കാം ചോക്ലേറ്റ് മേടിച്ച് ആ കടകളിലൊക്കെ കാരൊക്കെ കേട്ടൊന്ന് ചിരിക്കുക. ഞാൻ ആ സൈഡേക്കാൾ എൻ്റെ ഒരു സഫാർ ഇട്ടിട്ട് ഓളെ കട മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഓളാ ചട എടുത്ത് ചിരിക്കുക. ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നിട്ട് അത് വന്നപ്പോട്ട് പിന്നെ ആ കടയിൽ പോയിട്ട് ഞാൻ ഐസ്ക്രീം മേടിക്കണം, ഡയറി മിൽക്ക് മേടിക്കണം. അപ്പം തന്നെ മേടിച്ചാൽ മതിയായിരുന്നു, മേടിച്ചില്ല. എന്നിട്ട് വീണ്ടും അതിന് പോയപ്പോൾ അവിടുത്തെ കാർ വീണ്ടും കിടന്നിരിക്കുക. എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ അവൾക്ക് തിന്ന് കുനാഫ ചോക്ലേറ്റ് പറഞ്ഞ മേടിച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ, കാപ്പിപ്പൊടി ഉണ്ടാക്കി ഏതോ ഒരു ബാറ്. എന്നിട്ട് ഞങ്ങൾ അത് കഴിച്ച് വരുമ്പോൾ പിന്നെ ഫ്രൂട്ട് എന്തൊക്കെ മേടിച്ചു. ലാസ്റ്റ് ഉണ്ട് ഞങ്ങൾ വരുമ്പോൾ ഇല്ലേ ഒരു വീട് ടെറസിൻ്റെ മുകളിലില്ലേ ഒരു ഉസ്താദ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഉസ്താദ് അവിടെ ഞാൻ എന്തൊക്കെ പറഞ്ഞു നിൽക്കുക. അതിൻ്റെ അപ്പുറത്തെ മുട്ടി വളർത്തിട്ട് ഏതോ ഒരു ബംഗാൾ ചങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ ഭാര്യയല്ലേ എന്താ തലമുണ്ടൊക്കെ നിൽക്കണേ ഒരു വിചാരിച്ചതോ. കുറച്ചെന്നപ്പെട്ട് ഏതോ ബംഗാളിയോടെ നിൽക്കണ പോലെ ഞാൻ ഫുള്ള് ചമ്മി. അവിടെ ഫുള്ള് പാട്ടായിരുന്നു. അവിടെ ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഉസ്താദിൻ്റെ വേറെ തല ഷാഹായിട്ടൊന്നും ഇട്ടാതെ നിൽക്കണേ. എന്നിട്ട് എന്താണ് കൊണ്ടി പിടിച്ചിട്ട് പകുതി ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം വേറെ അവിടെ നിൽക്കുമ്പോണ്ട് ഒരു മാല കൊടുത്തില്ലേ അളവ്. ഞാൻ നാറ്റാടി പിന്നെ വീട്ടിലേക്ക് പെരയൊക്കെ വന്ന് പെരയൊക്കെ വന്ന് പെരേന്ന് അടിയിട്ടും വിചാരിച്ചിട്ട് അടി കിട്ടിയ ചീത്തയല്ല. പിന്നിൽ നിന്ന് ഇങ്ങനെ വരിയായി ഓരോന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ ബൈ ബൈ, അത്രക്കേ ഉള്ളൂ. ആരൊക്കെ ചിരിച്ചു ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.